Welcome to Lash Class. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമിസ്റ്റർ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ഫോർ ലിറ്ററേച്ചേഴ്സിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. യൂണിവേഴ്സിറ്റി സിലബസ് അനുസരിച്ച് ഓരോ മൊഡ്യൂളിൽ നിന്നും എത്ര മാർക്കിനുള്ള ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നതെന്നും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽ എങ്ങനെയായിരിക്കും, ഈ ചോദ്യങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യണം എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഓരോ മൊഡ്യൂളിൻ്റെയും വെയിറ്റേജ് നോക്കാം. നമുക്ക് 50 മാർക്കിനാണ് ആകെ എക്സാം ഉള്ളത്. അതിൽ ആദ്യത്തെ മൊഡ്യൂളിൽ നമുക്ക് 4 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ 10 മാർക്കാണ് വെയിറ്റേജ് ആയിട്ട് യൂണിവേഴ്സിറ്റി സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ മൊഡ്യൂളിൽ നിന്ന് നമുക്ക് ഒരു 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തെ മൊഡ്യൂളിൽ നമുക്ക് 4 ചാപ്റ്റേഴ്സ് തന്നെയാണുള്ളത്. പക്ഷേ അതിൽ കുറച്ച് വെയിറ്റേജ് കൂടുതലുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. 15 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്ന് വരുന്നത്. മൂന്നാമത്തെ മൊഡ്യൂളിലും 4 ചാപ്റ്റേഴ്സ് തന്നെ. അതിൽ നിന്ന് നമുക്ക് 10 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ 3 മൊഡ്യൂളിൽ നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂളിലാണ് 15 മാർക്കിൻ്റെ വെയിറ്റേജ് കാണുന്നത്. ഒന്നാമത്തെയും മൂന്നാമത്തെയും മൊഡ്യൂളിൽ നമുക്ക് 10 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ് വരുന്നത്. അപ്പോൾ ഏറെക്കുറെ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. എങ്കിൽ തന്നെയും രണ്ടാമത്തെ മൊഡ്യൂളിന് കുറച്ച് വെയിറ്റേജ് കൂടുതലായിട്ട് നമ്മൾ കാണുന്നു. ഇനി ലാസ്റ്റ് മൊഡ്യൂളിലും നമുക്ക് 4 ചാപ്റ്റേഴ്സ് തന്നെയാണ് വരുന്നത്. അതിൽ നിന്നും നമുക്ക് 15 മാർക്ക് വെയിറ്റേജ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആകെയുള്ള 4 മൊഡ്യൂളുകളിൽ രണ്ടാമത്തെയും നാലാമത്തെയും മൊഡ്യൂളുകളിൽ നമുക്ക് 15 മാർക്ക് വെയിറ്റേജും ഒന്നാമത്തെയും മൂന്നാമത്തെയും മൊഡ്യൂളുകളിൽ നമുക്ക് 10 മാർക്ക് വെയിറ്റേജും ആണ് കാണുന്നത്. അപ്പോൾ ഏറെക്കുറെ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ രണ്ടാമത്തെയും നാലാമത്തെയും മൊഡ്യൂളുകൾക്കാണ് വെയിറ്റേജ് കൂടുതലുള്ളതെന്നുള്ള രീതിക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും അതുപോലെ എസ്സേ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ഈ 2 മൊഡ്യൂളിൽ നിന്ന് കൂടുതലായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലാണ് നോക്കുന്നത്. നമുക്ക് 3 സെക്ഷനിലായിട്ടാണ് ചോദ്യങ്ങൾ വരുന്നത്. ആദ്യത്തെ സെക്ഷനിൽ നമുക്ക് അൺഫെമിലിയർ പാസേജ് ആണ്. അതായത് നമ്മുടെ ടെക്സ്റ്റിന് പുറമേയുള്ള ഒരു പോയം അല്ലെങ്കിൽ ഒരു പാസേജ് തന്നിട്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ചോദിക്കുന്നത്. 16 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് നമുക്കിതിൽ വരുന്നത്. നമുക്ക് ആകെ 50 മാർക്കിനാണ് എക്സാം എന്ന് പറഞ്ഞിരുന്നു. അതിൽ നിന്ന് 16 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഇതുപോലെ ടെക്സ്റ്റിന് പുറമേയുള്ള ഒരു പോയം അല്ലെങ്കിൽ ഒരു പാസേജ് തന്നിട്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും. ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് റോഡ് നോട്ട് ടേക്ക് എന്നൊരു പോയാണ് തന്നിരിക്കുന്നത്. അതിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, വൈ ഡസ് ദ സ്പീക്കർ ക്ലെയിം ദാറ്റ് ദ റോഡ് ഹി ചോസ് വാണ്ടഡ് വെയർ? നമുക്ക് ഈ പോയത്തിനകത്ത് പോയറ്റിൻ്റെ മുമ്പിൽ 2 റോഡുകൾ വരുന്നതാണ് കാണുന്നത്. ഒരു റോഡ് ഇങ്ങനെ പുല്ലൊക്കെ നിറഞ്ഞുകൊണ്ട് ആരും അധികം സഞ്ചരിക്കാത്തൊരു റോഡാണ്. മറ്റൊരു റോഡാണെങ്കിൽ ഇങ്ങനെ നടന്ന് ഒരു പാത രൂപപ്പെട്ടിട്ടുള്ള റോഡാണ്. പോയറ്റ് അതിനകത്ത് ആരും നടക്കാതിരുന്നിട്ടുള്ള ആ പുതിയതുപോലെ തോന്നുന്ന ആ റോഡിലൂടെ പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ആരും നടക്കാതെയുള്ള ആ ഒരു റോഡിനെ വാണ്ടഡ് വെയർ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നതാണ് ചോദിക്കുന്നത്. വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഉപയോഗിച്ച് പഴകുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പോൾ ഇദ്ദേഹം തിരഞ്ഞെടുത്തുള്ള റോഡ് വാണ്ടഡ് വെയർ എന്നാണ് പറയുന്നത്. അതായത് ആ റോഡ് തന്നെ പഴകാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ആ റോഡിലൂടെ ആളുകൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ട് അതിലും ഒരു പാത രൂപപ്പെടണമെന്ന് ആ റോഡ് തന്നെ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് അദ്ദേഹം സമൂഹത്തിൽ എല്ലാവരും ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാതെ ആ ഒരു ലൈഫ് പോവാതെ ഒരു പോയറ്റ് ആവുക എന്നുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു പാത അദ്ദേഹം സ്വീകരിച്ചു. അപ്പോൾ ആ പാത തന്നെ അദ്ദേഹത്തെ അങ്ങോട്ട് ക്ഷണിക്കുകയായിരുന്നു എന്നുള്ള അർത്ഥമാണ് നമുക്കവിടെ ലഭിക്കുന്നത്. ഇനി അടുത്ത ചോദ്യത്തിൽ, വാട്ട് ഡസ് ദ സ്പീക്കർ മീൻ ബൈ വേ ലീഡ്സ് ഓൺ ടു വേ? ഒരു വഴി വേറൊരു വഴിയിലേക്ക് നയിക്കുന്നു എന്നുള്ള അർത്ഥമാണ് വേ ലീഡ്സ് ഓൺ ടു വേ എന്ന് കൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അദ്ദേഹം 2 വഴികൾ കണ്ടു, അതിലൊരു വഴിയിൽ അദ്ദേഹം പോയി. അങ്ങനെ ഒരു വഴിയിൽ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്നാണ് അവിടെ പറയുന്നത്. കാരണം നമുക്ക് അതിൽ നിന്ന് നമ്മൾ ജീവിതത്തിൽ നമ്മളൊരു ചോയ്സ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞ ഒരു കരിയറിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് പിന്നെ നമുക്ക് അതിൽ നിന്ന് അടുത്തൊരു സ്റ്റെപ്പ് പിന്നീട് അടുത്തൊരു സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നീടൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്നാണ് ആ ഒരു വരി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഹൗ ഡസ് ദ സ്പീക്കർ ആൻറ്റിസിപ്പേറ്റ് ഫീലിംഗ് അബൌട്ട് ഹിസ് ചോയ്സ് ഇൻ ദ ഫ്യൂച്ചർ? ഇനി ഈ വഴി തിരഞ്ഞെടുക്കുന്ന സമയത്ത് അദ്ദേഹം ഭാവിയിൽ ഈ ഒരു തീരുമാനത്തെക്കുറിച്ച് എങ്ങനെയായിരിക്കും അദ്ദേഹം ചിന്തിക്കുക എന്നൊരു കാര്യം സങ്കല്പിക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹം അത്തരത്തിൽ സങ്കല്പിക്കുന്നത്? അദ്ദേഹം ഒരു നെടുവീർപ്പോട് കൂടിയിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു നിശ്വാസത്തോട് കൂടിയിട്ടായിരിക്കും ഇത് ഓർക്കുക എന്നാണ് അദ്ദേഹം സങ്കല്പിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഒരു ആശ്വാസത്തിൻ്റെ ഒരു നിശ്വാസമായിരിക്കും അത്. കാരണം അന്ന് ഞാൻ ഈ വഴി തിരഞ്ഞെടുത്ത കാരണം കൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെയൊരു രീതിയിലായത്, എനിക്ക് നല്ലൊരു ജീവിതം കിട്ടിയത് എന്ന് അദ്ദേഹത്തിന് ചിന്തിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് അദ്ദേഹം ജീവിതത്തിൽ ആ ഒരു വഴി തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നത്.
വാട്ട് ഡു യു തിങ്ക് ദ 2 roads symbolize in the poem? ഇനി ഈ പോയത്തിൽ നമ്മൾ പറഞ്ഞു 2 റോഡുകൾ നമ്മുടെ പോയിന്റിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ഒരു റോഡ് ഇങ്ങനെ ആളുകളെല്ലാം സ്ഥിരം പോയിട്ട് ഒരു വഴി രൂപപ്പെട്ടിട്ടുള്ളതാണ്. ഒരു റോഡാണെങ്കിൽ അധികം ആരും പോവാത്ത ഒരു റോഡാണ്. അതെന്താണ് സിംബലൈസ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്ന രീതിയിൽ സമൂഹത്തിലെ എല്ലാ ആളുകളും ജീവിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ് നമ്മൾ ഈ എല്ലാവരും സഞ്ചരിക്കുന്ന ഈ റോഡ് എന്നതിൽ നമ്മൾ കാണുന്നത്. ഇനി ആരും അധികം സഞ്ചരിക്കാത്ത റോഡ് എന്ന് പറയുന്നത് അവരവരുടെ ഒരു ടാലൻ്റ് അനുസരിച്ചുകൊണ്ട്, ഇൻട്രസ്റ്റ് അനുസരിച്ചുകൊണ്ട് അവരുടെ സ്വന്തം വഴി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അധികം ആരും സഞ്ചരിക്കാത്ത റോഡ് എന്നതുകൊണ്ട് സിംബലൈസ് ചെയ്യുന്നത്. വൈ ഡസ് എ സ്പീക്കർ സായ് അറ്റ് ദി എൻഡ് ഓഫ് ദ പോയം? ഇനി ഈ പോയത്തിൻ്റെ അവസാനം അദ്ദേഹം ഒരു നിശ്വാസം അല്ലെങ്കിൽ നെടുവീർപ്പിടുക എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത്? ഒരു ആശ്വാസത്തിൻ്റെ നിശ്വാസമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ ഒരു വഴി തിരഞ്ഞെടുത്തത് കാരണം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ ഒരു മാറ്റം ഉണ്ടായത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത്ര നല്ലൊരു ജീവിതം ഉണ്ടായത്. അതിലുള്ള ഒരു ആശ്വാസത്തിൻ്റെ ഒരു നെടുവീർപ്പാണ് അദ്ദേഹം ഇവിടെ പോയത്തിൻ്റെ അവസാനത്തിൽ സൂചിപ്പിക്കുന്നത്. അടുത്ത സെക്ഷനിൽ നമുക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമുക്ക് 6 മാർക്കിൻ്റെ ചോദ്യങ്ങളായിട്ടാണ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് വരുന്നത്. നമ്മുടെ ടെക്സ്റ്റിലുള്ള ചോദ്യങ്ങൾ അതേപോലെ തന്നെയാണ് നമുക്ക് ഈ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കുന്നതായിട്ട് കാണുന്നത്. ആദ്യത്തെ ചോദ്യത്തിൽ ഡിസ്ക്രൈബ് ദ 7 deadly sins of speaking ലിസ്റ്റഡ് ബൈ ജൂലിയൻ ട്രെഷർ. ജൂലിയൻ ട്രെഷറുടെ ടെഡ് ടോക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. ഈ ഹൗ ടു സ്പീക്ക് സോ ദാറ്റ് പീപ്പിൾ വാണ്ട് ടു ലിസൺ എന്നുള്ള ആ ടോക്കിനകത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വരുത്തുന്ന 7 മിസ്റ്റേക്കുകളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം അദ്ദേഹം പറയുന്നത് ഗോസിപ്പ്, ജഡ്ജിങ്, നെഗറ്റിവിറ്റി, കംപ്ലൈനിങ്, എക്സ്ക്യൂസസ്, ലൈയിങ്, ഡോഗ്മാറ്റിസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ആ പാരഗ്രാഫ് എഴുതാവുന്നതാണ്. അടുത്ത ചോദ്യത്തിൽ പറയുന്നത് റൈറ്റ് എ പാരഗ്രാഫ് ഓൺ സത്യാർത്ഥീസ് ഐഡിയ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ദ യൂസ് ഓഫ് ഇറ്റ് ആസ് ഡിസ്കസ്ഡ് ഇൻ ദ സ്പീച്ച്. ഇനി ലെറ്റസ് മാർച്ച് എന്നുള്ള നൊബേൽ ലെക്ചറിൽ നിന്നുള്ള ചോദ്യമാണ്. കൈലാഷ് സത്യാർത്ഥി എഡ്യൂക്കേഷനെ കുറിച്ച് എന്താണ് പറയുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഓരോ കുട്ടികളുടെയും അവകാശമാണ്, അത് നിഷേധിക്കപ്പെടുന്നതാണ് ഏറ്റവും വലിയ തിന്മ എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹം ആ സ്പീച്ചിനകത്ത് പറയുന്നത്. അതുകൂടാതെ തന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു കരിയറിന് വേണ്ടിയുള്ളത് മാത്രമായിരിക്കരുത്, നല്ല മനുഷ്യരെ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ലോകത്ത് മനുഷ്യർ തമ്മിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെയോ ഒക്കെ പേരിൽ ഇങ്ങനെ ഒരുപാട് വഴക്കുകളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യമാണ് ലോകത്തിലുള്ളത്. അതെല്ലാം മാറ്റിക്കൊണ്ട് മനുഷ്യരെല്ലാവരും ഒരുപോലെയാണ് എന്നുള്ള ഒരു സന്ദേശമൊക്കെ ആളുകൾക്ക് കൊടുക്കാൻ കഴിയുന്നതായിരിക്കണം എഡ്യൂക്കേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ പോയിന്റ്സ് ഒക്കെ ചേർത്തുകൊണ്ടാണ് നമ്മളിത് ആൻസർ ചെയ്യേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടെക്സ്റ്റിൽ നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. Then, what was the teacher's attitude towards Majid? How did it change? ഇനി നമുക്ക് ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അല്ലെങ്കിൽ ബാല്യകാല സഖി എന്നുള്ള ചോദ്യമാണ്. മജീദിനോട് ടീച്ചറുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു, എങ്ങനെയാണ് അത് മാറുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മജീദിനെ ടീച്ചർ ഒരു ബ്ലോക്ക് ഹെഡ് എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ മരത്തലയൻ എന്നല്ലെങ്കിൽ ഒരു മരമണ്ടൻ എന്നുള്ള രീതിയിലാണ് ടീച്ചർ മജീദിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവനെ കണക്ക് കൂട്ടാൻ അറിയില്ല, എപ്പോഴും തെറ്റിക്കും എന്നുള്ള രീതിയിൽ അവനെ കളിയാക്കുകയാണ്. ഇനി വളരെ മോശമായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് നമ്മൾ കാണുന്നത്. കാരണം അവൻ ഉത്തരം തെറ്റിക്കുമ്പോൾ മാത്രമല്ല, ക്ലാസ്സിൽ പേര് വിളിക്കുന്ന സമയത്ത് പോലും അവൻ്റെ പേര് വിളിക്കുന്നതിന് പകരം ഈ ബ്ലോക്ക് ഹെഡ് അല്ലെങ്കിൽ മരത്തലയൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അവനാണെങ്കിൽ പാവം എന്നിട്ട് അത് കേട്ടിട്ട് പ്രസൻറ്റ് സാർ എന്നൊക്കെ വിളിച്ച് പറയുന്ന കാര്യമാണ് ഈ സ്റ്റോറിക്കകത്ത് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ടീച്ചർക്ക് ഇവനോട് എന്താണ് ഒരു വിലയില്ലാത്ത ആറ്റിറ്റ്യൂഡാണ്, ഇവനെ കളിയാക്കുകയാണ് ചെയ്യുന്നത്. ഇനി അത് മാറുന്നൊരു സിറ്റുവേഷൻ വരുന്നത് സുഹറ ഇവനെ സഹായിക്കുന്ന സമയത്താണ്. സുഹറ ഇവൻ്റെ അടുത്ത് വന്നിരിക്കുകയും കണക്ക് ചെയ്യുന്ന സമയത്ത് സുഹറ എഴുതുന്നത് നോക്കിയാണ് ഇവൻ എഴുതുന്നത്. അങ്ങനെയാണ് ഇവൻ എല്ലാ ഉത്തരങ്ങളും ശരിയാക്കി തുടങ്ങുന്നത്. ആ സമയത്താണ് ഈ ടീച്ചർ പറയുന്നത് അങ്ങനെ തലയിൽ ഒന്നുമില്ലാത്ത ഒരുത്തനല്ല, അവന് ബുദ്ധിയൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ ടീച്ചർ പറയുന്നത്. അപ്പോൾ ഈ തുടക്കത്തിൽ ഇവനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ സുഹറ ഇവനെ സഹായിച്ച് തുടങ്ങുന്നതിന് ശേഷം ടീച്ചറുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുന്നതായിട്ടാണ് നമ്മളവിടെ കാണുന്നത്. Then, explain the portrayal of the human-wild life interaction in Earth Song. ഇനി മൈക്കിൾ ജാക്സൻ്റെ എർത്ത് സോങ്ങിനകത്ത് ഈ മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷനെ കുറിച്ചിട്ട് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു സോങ്ങിനകത്ത് ഈ ഒരു എൻവയോൺമെൻറ്റൽ ഡിസ്ട്രക്ഷൻ എന്നുള്ളൊരു തീമാണ് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ മനുഷ്യർ പ്രകൃതിയെയും അതുപോലെ തന്നെ മറ്റ് മൃഗങ്ങളെയൊക്കെ നശിപ്പിക്കുകയാണെന്നുള്ളൊരു തീമാണ് വരുന്നത്. അപ്പോൾ അത്തരത്തിൽ മനുഷ്യർ ഈ പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഈ മലിനീകരണം, അതുപോലെ തന്നെ വനനശീകരണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഓരോ മൃഗങ്ങൾക്കൊക്കെ വംശനാശം വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ പ്രകൃതിയുടെ ഒരു സൗന്ദര്യം നഷ്ടപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ പച്ച പുൽമേടുകൾ, പൂക്കൾ തുടങ്ങിയിട്ടുള്ള
കാര്യങ്ങൾ ഒക്കെ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നു. ഇതുകൂടാതെ തന്നെ ഈ മൃഗങ്ങളെല്ലാം കരയുകയാണ് തുടങ്ങിയിട്ടുള്ളൊരു ചിത്രമാണ് ഈ പോയത്തിനകത്ത് അല്ലെങ്കിൽ സോങ്ങിനകത്ത് അവതരിപ്പിക്കുന്നത്. ഇതുകൂടാതെ തന്നെ മനുഷ്യരുടെ ഈ ഒരു നെഗ്ലക്റ്റിനെ കുറിച്ചിട്ട്, മനുഷ്യർ ഈ പ്രശ്നങ്ങളൊക്കെ അവഗണിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ഈ സോങ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. കാരണം ഇടയ്ക്കിടയ്ക്ക് അതിനകത്ത് വാട്ട് അബൌട്ട് അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യർ ഇതെല്ലാം ശ്രദ്ധിക്കാതിരിക്കുന്ന സമയത്ത് ഓർമ്മിപ്പിക്കുകയാണെന്ന രീതിയിലാണ് സ്ട്രക്ചർ ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ നമുക്ക് ഈ ഒരു ഹ്യൂമൻ വൈൽഡ് ലൈഫ് കണക്ഷനായിട്ട് ബന്ധപ്പെട്ട് കാണുന്നത് ഒരു പേഴ്സോണിഫിക്കേഷൻ നമ്മൾ കാണുന്നുണ്ട്. അതായത് ഭൂമി കരയുകയാണ്, അതുപോലെ തന്നെ മറ്റ് മൃഗങ്ങൾ കരയുകയാണ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു പേഴ്സോണിഫൈ ചെയ്തുകൊണ്ടാണ് ഈ ഒരു കണക്ഷൻ അവിടെ കൊടുക്കുന്നത്. ഇതുകൂടാതെ ഈ ഒരു ഉത്തരവാദിത്തം ആരും ഏറ്റെടുക്കുന്നില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇതെല്ലാം നിർവഹിക്കേണ്ടതായിട്ടുള്ള ആളുകൾ അതൊന്നും സംരക്ഷിക്കുന്നില്ല എന്ന രീതിയിൽ പറയുന്നു. അത്തരത്തിൽ പൊതുവിൽ നമ്മൾ കാണുന്നത് മനുഷ്യരും പ്രകൃതിയും പരസ്പരം ബന്ധപ്പെട്ട് ഇരിക്കുന്നതാണ്. പ്രകൃതി ഇല്ലാതെ മനുഷ്യർക്ക് ജീവിക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ പ്രകൃതി സംരക്ഷിക്കേണ്ടത് മനുഷ്യരുടെ ആവശ്യമാണ്, അല്ലെങ്കിൽ ഉത്തരവാദിത്തമാണെന്ന രീതിയിലാണ് ആ സോങ്ങിനകത്ത് പറയുന്നത്. ഇനി കമൻറ്റ് ഓൺ ദ നരേറ്റീവ് സ്റ്റൈൽ എംപ്ലോയിഡ് ബൈ ബി ട്രാവൺ. അസംബ്ലി ലൈൻ എന്ന ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് ഉള്ള നരേറ്റീവ് സ്റ്റൈലിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ഒരു തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ആ സ്റ്റോറി കാണുന്നത്. അതായത് അതിൽ പ്രധാനമായിട്ട് 2 ക്യാരക്ടേഴ്സാണ് നമ്മൾ കാണുന്നത്. ആ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന, ഒരു ബാസ്ക്കറ്റ് ഉണ്ടാക്കുന്ന ഒരാളും അതുപോലെ തന്നെ ബിസിനസ്സുകാരനായിട്ടുള്ള ഒരാളുമാണ് വരുന്നത്. ഇവിടെ 2 പേരുടെയും പോയിന്റ് ഓഫ് വ്യൂവിലല്ല ഈ കഥ പറയുന്നത്, തേർഡ് പേഴ്സണിലാണ് പറയുന്നത്. അതായത് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് കഥ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ ഒരു പക്ഷത്ത് ചേർന്ന് നിൽക്കാതെ തന്നെ ആ സംഭവങ്ങൾ അവിടെ അവതരിപ്പിച്ചിട്ട് അതിൽ നിന്ന് റീഡേഴ്സിന് ഒരു ഒപ്പീനിയൻ രൂപീകരിക്കാൻ കഴിയുന്ന രീതിയിൽ ആണ് ആ ഒരു സ്റ്റോറിയിൽ ഈ നരേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന പ്രശ്നങ്ങൾ ഓഥർ തന്നെ നേരിട്ട് പറയുന്നതിന് പകരം ആ ഒരു ഇൻസിഡൻറ്റിലൂടെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു നരേറ്റീവ് സ്റ്റൈലാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാവുന്നതാണ്. ഇനി ലാസ്റ്റ് സെക്ഷനിൽ നമുക്ക് വരുന്നത് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് 2 ചോദ്യങ്ങളുണ്ട്, അതിൽ നിന്ന് 1 ആൻസർ ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമുള്ളത് ഏതാണ് എന്നുള്ളത് നോക്കിക്കൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യത്തിൽ വന്നിരിക്കുന്നത് റെയിൻ ഈസ് എ സിമ്പിൾ ഇൻ ദ പോയം സീസ്ലെസ് റെയിൻ. ഹൗ ഡസ് ഇറ്റ് റെസനേറ്റ് വിത്ത് ദ ഇമോഷൻസ് ഓഫ് ദ മദർ. സീസ്ലെസ് റെയിൻ എന്നുള്ള പോയത്തിൽ മദറിൻ്റെ ഇമോഷൻ ആയിട്ടാണ് റെയിൻ സിംബലൈസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് അവതരിപ്പിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് പോലെ എസ്സേ ക്വസ്റ്റ്യൻസ് നമുക്ക് ടെക്സ്റ്റ് എന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഈ സീസ്ലെസ് റെയിൻ എന്നുള്ള പോയത്തിൽ നമ്മൾ കാണുന്നത് ഉമ്മു കുൽസൂം മരണപ്പെട്ട രാത്രി മുതലാണ് മഴ പെയ്തു തുടങ്ങുന്നത്. പിന്നീട് ഒരിക്കലും ആ മഴ അവസാനിക്കുന്നില്ല എന്നാണ് ആ പോയത്തിൽ പറയുന്നത്. അപ്പോൾ ആ മരണപ്പെട്ടതിന് ശേഷം ആ അമ്മയുടെ ദുഃഖം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നതിൻ്റെ ഒരു സിമ്പലായിട്ടാണ് ആ മഴ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നുള്ളത് ഈ പോയത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ മഴ പെയ്യുന്ന സമയത്ത് ഒരു പുള്ളിക്കൂടെ എടുത്ത് കൊണ്ടുപോയിട്ട് ശ്മശാനത്തിലേക്ക് പോകുന്ന ഒരു രംഗമെല്ലാം പോയത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഈ മഴ ഒരു സിമ്പലായിട്ട് വരുന്നു. അതുപോലെ തന്നെ ആ മഴയോട് അമ്മ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതെല്ലാം തന്നെ അവരുടെ ഇമോഷൻസിൻ്റെ ഒരു സിംബലൈസേഷൻ ആയിട്ടാണ് നമ്മൾ ഈ പോയത്തിനെ കാണുന്നത്. അപ്പോൾ അത്തരം പോയിന്റുകളൊക്കെ ചേർത്തുകൊണ്ട് നമുക്കത് ആൻസർ ചെയ്യാവുന്നതാണ്. ഇനി ഹൗ ഡസ് ബഷീർ യൂസ് ദി ഇന്നസെൻസ് ഓഫ് ചിൽഡ്രൻ ടു പോർട്രേ ഐഡിയൽസ് റിലേറ്റഡ് ടു ലൈഫ്. ഇനി കുട്ടികളുടെ നിഷ്കളങ്കത ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ബഷീർ വലിയ പ്രപഞ്ച സത്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ചൈൽഡ്ഹുഡ് ഫ്രണ്ട് എന്നുള്ള ചാപ്റ്ററുമായി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യനകത്ത് നമ്മൾ കാണുന്നത് ഒന്നും എത്രയാണെന്ന് ടീച്ചർ ചോദിക്കുന്ന സമയത്ത് ഇമ്മിണി വലിയ 1 എന്നാണ് മലയാളത്തിൽ പറയുന്നത്. റാദർ ലാർജർ 1 എന്നാണ് നമ്മുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് 1 ചേരുന്ന സമയത്ത് 2 അല്ല, മറിച്ച് വലിയ 1 എന്നാണ് മജീദ് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ നമ്മൾ കാണുന്നത് ഈ മജീദ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് 2 പുഴകൾ ചേരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, വലിയൊരു പുഴയായിട്ട് മാറുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നു. അത്തരത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവാണ് കാണുന്നത്. എന്നാൽ അതിനെ ടീച്ചർ കളിയാക്കുകയും ഇവന് അടി കൊടുക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. 6 അടി അവന് കൊടുത്തിട്ട് 6 അടിയും കൂടിയിട്ട് വലിയൊരു അടിയായിട്ട് കണക്കാക്കാൻ മതി എന്ന് പറഞ്ഞിട്ട് അവനെ കളിയാക്കുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ബഷീർ ഇവിടെ ചെയ്യുന്നത് നമ്മൾ കാണുന്നത് കുട്ടികളുടെ നിഷ്കളങ്കത ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ ലോകത്തെ നമുക്ക് വ്യത്യസ്ത രീതിയിൽ കാണാൻ കഴിയും എന്നുള്ള കാര്യമാണ് ബഷീർ ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്നാൽ സമൂഹം ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളെല്ലാം അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം മജീദ് നേരിടുന്ന ഈ അനുഭവത്തിലൂടെ അവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്.
അത്തരത്തിൽ ഈ കുട്ടികളുടെ നിഷ്കളങ്കതയിലൂടെ അവിടെ അവതരിപ്പിക്കപ്പെടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും ഒരു കൗതുകം ഉണ്ടായിരിക്കും, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മളൊരു ക്യൂരിയോസിറ്റിയുടെ കൂടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ലോകത്തെ നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ ബഷീർ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ മുതിർന്ന ആളുകൾ ഇത്തരം ക്യൂരിയോസിറ്റി എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പറയുന്നത് അതുപോലെ കാണാതെ പഠിച്ചു പോകുന്ന ഒരു സമീപനമാണുള്ളത് എന്നാണ് ഇവിടെ ക്രിട്ടിസൈസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽ വരുന്നത്. നമുക്ക് 3 സെക്ഷൻസിൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നു. അതിൽ പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ടെക്സ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് തന്നെ നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ പാസേജ് പോയം നമുക്ക് അൺഫെമിലിയർ ആയിട്ടുള്ള ഒരെണ്ണം നമ്മൾ കറക്റ്റായിട്ട് വായിച്ച് നോക്കിയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം എളുപ്പമുണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.